ഹായ് എവരിവൺ, വെൽക്കം ടു DR വ്ലോഗിംഗ് സീരീസ്. ഇന്ന് നമ്മളൊരു ഹൈക്കിംഗ് ആണ് പോകാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഒരു സൾഫർ വാദി പോയിട്ടുണ്ട്. അതുപോലത്തെ ഒരു കിടിലൻ ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്. അങ്ങനെ പ്രോപ്പർ ട്രെയിലൊന്നുമില്ല ഇങ്ങോട്ട് വരാൻ. നമ്മൾ അറിയാവുന്ന വഴിയിലൂടെ പോകാൻ പോവാണ്. ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു നേരെ മുന്നോട്ട് പോവുകയാണ്. ആ മുകളിലോട്ട് കിടക്കുന്ന വഴിയിലൂടെ അല്ല പോകേണ്ടത്. നിങ്ങൾ നേരെ വാതിയിലോട്ട് തന്നെ മുന്നോട്ട് പോവുക. അതൊരു കാരണവശാലും മാറിപ്പോകില്ല. ഇപ്പോൾ വാദിക്കകത്തൂടെ നടക്കുവാണ്. അതുകൊണ്ട് ഒരു മുകളിലൊരു വീട് കാണുന്നത്. നമുക്ക് ഡയറക്റ്റ് അവിടെ വണ്ടി വന്നിട്ട് ഒരു ഫാമിൻ്റെ അകത്തോടെ നടന്നു പോകുന്ന പോലെയാണ് റൂട്ട് കാണിച്ചേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ അവിടെ വന്നിട്ട് അതുവഴി കയറാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ വേറെ റൂട്ട് ട്രൈ ചെയ്ത് നോക്കുവാണ്. കറക്റ്റ് വാദിക്കകത്തോടെ തന്നെ നടന്ന് അവിടെ എത്താൻ നോക്കുവാണ്. ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. പിന്നെ ഇതിൻ്റെ അകത്തോടെ നടക്കുമ്പോൾ അധികം വെയിലില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ കറക്റ്റ് എത്താൻ പറ്റുമല്ലോ എന്നറിയത്തില്ല. അത് നോക്കാം. നമ്മൾ സൾഫർ വാദി പോയില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഒരു വാദിയുണ്ട്, നല്ല ബ്ലൂ കളറിലുള്ള വാദി. ഇപ്പോൾ ഇവിടെ എത്തിയപ്പം കുറച്ചുകൂടെ വഴി സ്മൂത്തായി. ഇപ്പം നടന്ന വഴി വരെ അധികം വെയിലില്ല. അപ്പം നമുക്ക് ഇങ്ങോട്ടൊരു പ്രോപ്പർ ട്രെയിൽ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഒരു കാരണവശാലും ഇവിടെ വേസ്റ്റ് ഒന്നും ഇടില്ല, പ്ലാസ്റ്റിക് ഒന്നും ഇടില്ല. ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിന് നനവ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വാട്ടർ ടാങ്കാണ്. വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. അതെ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം അടുത്തെത്തിയെന്ന് തോന്നുന്നു. പൊളി വ്യൂ എന്ന് വെച്ചാൽ പൊളി വ്യൂ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇതുണ്ടോ, നല്ല പ്ലെയിൻ വെള്ളമാണ്. അടിവശമൊക്കെ നമുക്ക് കാണാം. ഇതുണ്ടോ, എഴുതി വെച്ചേക്കുന്നത് കണ്ടല്ലോ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ലൊക്കേഷൻ അങ്ങനെ എത്തിയിരിക്കുകയാണ്. വൗ, അതാണ് നമ്മൾ ട്രെയിലൊന്നും കറക്റ്റായിട്ട് കിട്ടാതെ വന്നാണ് ഫൈനലി കിട്ടിയിരിക്കുകയാണ്. കിടിലൻ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കുന്നത്. ആദ്യം ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടപ്പോൾ ആരെങ്കിലും കളർ ഗ്രേഡ് ചെയ്തതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ ആ കളർ നേരത്തെ എങ്ങനെയാണ് കണ്ടത് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ലൊക്കേഷനിലേക്ക് വരാം. നല്ല രസമെന്ന് വെച്ചാൽ നല്ല രസമാണ്. ഏർലി മോർണിംഗ് തന്നെ നിങ്ങൾ വരിക. ഞാനവിടെ എത്തിയപ്പോൾ വേറെ കുറേ ആൾക്കാരും ഹൈക്ക് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വന്നിട്ടുള്ള റൂട്ടിലൂടെ അല്ല ഇവർ വന്നിട്ടുള്ളത്. ഇവർ വേറൊരു റൂട്ട് വഴിയാണ് ഇവിടെ ഡയറക്റ്റ് വന്നത്. പക്ഷെ അവർ വരുമ്പോൾ ഉള്ള ആ കുറേ വ്യൂ ഒക്കെ ഇവർക്ക് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഏത് വഴി കൂടെ ആണോ വന്നത് അതേ സെയിം റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് വരിക. എവിടെയെങ്കിലും പുതുതായിട്ടൊരു ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോകാതെ ഒരു സമാധാനം കിട്ടുന്നില്ല. ഈ ഒരു ലൊക്കേഷനാണ് പല പ്രത്യേകതകളുണ്ട്. സാധാരണ നമ്മൾ ഓഫ് റോഡ് വണ്ടി കൊണ്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിയിരിക്കും. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. ഹൈക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നടന്നാണ് പോകേണ്ടത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള റൂട്ട് അല്ലെ ട്രെയിൽ അറിയത്തില്ലെങ്കിൽ നമുക്ക് എത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ഒരു ലൊക്കേഷനിൽ ലാസ്റ്റ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കുളം പോലുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ മാത്രമാണ് കണ്ടത്. അപ്പോൾ ഒരു പ്രോപ്പറായിട്ട് ഐഡിയയിൽ ഇവിടെ എങ്ങനെ എത്തിച്ചേരണമെന്നുള്ള എങ്ങനെയൊക്കെയോ എൻ്റെ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ വെച്ചിട്ട് ഞാനിവിടെ എത്തി. കറക്റ്റായിട്ട് ഇവിടെ എത്താൻ പറ്റി. നിങ്ങൾ ആ വാതി തന്നെ ഫോളോ ചെയ്ത് വരിക. കറക്റ്റായിട്ട് ഇവിടെ എത്താൻ പറ്റുന്നതാണ്.
ലൊക്കേഷൻ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കിഡിലൻ ഒരു വ്യൂ പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കണ്ടോ, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതാണ് ഇവിടെ വന്നത്, പക്ഷെ കറക്റ്റായിട്ട് ഇവിടെ എത്താൻ പറ്റി. ഇന്നത്തെ ഹൈക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. കുറേ ആൾക്കാർ ഇപ്പം ഇതറിഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. ഇതിൽ നിന്ന് കൈ നമുക്ക് നോക്കാം. പൊടി പോലെ കിടക്കുന്നതാണ്. ഇനി ഈ പാറ കാണുന്നുണ്ട്, ഇവിടെ ഒന്ന് കയറാനാണ് നോക്കുന്നത്. അപ്പോൾ അതുകൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഹൈക്കിംഗ് അവസാനിക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് കയറാൻ പോവാണ്. എവിടെ നോക്കിയാലും കിടിലൻ വ്യൂ. നമ്മളിപ്പോൾ ആ വഴി കൂടെ കയറി വന്നു. നല്ല കിഡിലിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, നമ്മൾ മുമ്പേ കണ്ട ആ ഒരു കുളമാണ്. ഇവിടെ നിന്ന് നേരെ ആ വാദിയുടെ നല്ല കിഡിലിനൊരു എന്താണ് പറയുന്നത്, ഒരു ഏരിയൽ വ്യൂ ആണ് നിങ്ങൾക്കിപ്പം കാണുന്നത്. അത് വിചാരിച്ച് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലെന്ന്, പക്ഷെ നിങ്ങൾക്ക് സേഫായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാൻ പറ്റും. രണ്ട് പാറയുടെ ഇടയിലൂടെയുള്ള ഒരു വ്യൂവും കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങളിവിടെ വരുമ്പം ഇതിവിടെ കണ്ടുപോവുക. ഞങ്ങളുടെ ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ്. എവിടെയാണ് വണ്ടി ഇട്ടിരിക്കുന്നത്, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് ഞാൻ ഫുള്ള് കാണിക്കാം. നിങ്ങൾ മുഴുവൻ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്ത് പോകല്ല. ഹൈക്കിംഗ് ട്രെയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ട്രെയിലാണ്. വലിയ എലിവേഷൻ അങ്ങനെയൊന്നുമില്ല. മൊത്തത്തിൽ സ്റ്റാർട്ടിങ് തൊട്ട് താഴത്തെ ആ പൂള് അതുപോലെ മുകളിൽ നിന്നുള്ള വ്യൂ വരെ ഏകദേശം 2.5 കിലോമീറ്ററാണ് ഉള്ളത്. 2.5 കിലോമീറ്റർ നമ്മൾ നടക്കുന്നതേ അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒരു നല്ല ഒരു രക്ഷയില്ല. കിടിലം വ്യൂ ആണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കാണിച്ചിരുന്നു. എൻ്റെ തിറങ്ങി കുളിക്കാവോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതറിയത്തില്ല. പക്ഷെ വ്യൂ ഒരു രക്ഷയില്ല. നിങ്ങൾ ഇത്രയും ദൂരം വന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാകത്തില്ല. വേറെയും കുറേ ആൾക്കാർ ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളോട് ചോദിച്ചു എത്ര ദൂരം ഉണ്ടെന്നുള്ളത്. ഇവിടെ വളരെ അടുത്താണെന്ന് പറഞ്ഞു. നമ്മൾ വാദിക്കകത്തൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന വഴി കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. ചുറ്റും നല്ല ഫാമാണ്. ഒത്തിരി ചൂടുമില്ല. നല്ല ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗ് വരുവാണെങ്കിൽ വലിയ ഗ്ലെയർ ഉണ്ടാകത്തില്ല. നമ്മൾ വാദിക്കാത്തോടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സാക്റ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എവിടെയാണ് വണ്ടി ഇട്ടെന്നുള്ളത് കാണിക്കാം. പക്ഷെ വ്യൂ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വാദിക്കകത്തോടെ തന്നെ വരണം. നല്ല തണലും കിട്ടും. കിടിലൻ ആ ഒരു ചെറിയൊരു പൂളിൻ്റെ ഒരു വ്യൂവും കിട്ടും. യു എ എന്ന് കണ്ട് ഞാൻ പറയത്തുമില്ല. മെയിൻ റോഡ് വഴി നേരെ പോവുകയാണെങ്കിൽ നിങ്ങൾ നേരെ ആ ഒരു ക്ലിഫിൻ്റെ അവിടെ ആയിട്ട് ആയിരിക്കും എത്തുന്നത്. ഏകദേശം റോഡ് എത്താറായി. അത് കിട്ടില്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങോട്ട് വന്ന ഏത് റൂട്ടാണോ അതേ സെയിം റൂട്ടിൽ കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഒരു പാലം പോലെ ഇതുപോലെ ഒരു സംഭവം കാണും. മുകളിൽ കൂടെ പൈപ്പാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ അടുത്ത സൈഡിൽ കൂടെ കാണുന്ന ആ വഴി കൂടെ തന്നെ മുന്നോട്ട് പോവുക. അത് കഴിഞ്ഞ് നേരെ വീണ്ടും മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് സാറ്റലൈറ്റ് വ്യൂവിൽ നിങ്ങൾ ഈ ലൊക്കേഷൻ നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഈ റോഡ് എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഏകദേശം റോഡിൻ്റെ തൊട്ടടുത്തായി. നിങ്ങൾക്കിപ്പോൾ വണ്ടിയുടെയൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഇവിടെ വേണമെങ്കിലും വണ്ടി കൊണ്ട് നീടാം. ആദ്യം എനിക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു വഴിയെപ്പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത്. അപ്പോൾ ഇവിടെ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബ്ലോക്ക് ആകാത്ത പോലെ വണ്ടി ഇടണം. വേണമെങ്കിൽ വണ്ടി ഇങ്ങോട്ട് ഓടിച്ച് കിട്ടിയത് ഇവിടെ നിർത്താം, ഇവിടെ ഇടാം. അതല്ലെങ്കിൽ ഇത് കണ്ടോ,
അതാണ് മെയിൻ റോഡ്. ഞങ്ങളിപ്പോൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് നടന്നു കയറാം. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണേലും തിരഞ്ഞെടുക്കാം. ഏറ്റവും നല്ലൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ റോഡിൻ്റെ സൈഡിൽ വണ്ടി ഇടുക, നേരെ നടന്നങ്ങ് പോവുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വണ്ടി ആയിക്കോട്ടെ ഈ ലൊക്കേഷനിൽ വരാം. ലേഡീസ് ആയിക്കോട്ടെ, ജെൻറ്റ്സ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ആൾക്കാർക്ക് ഇവിടെ വരാം. സേഫായിട്ട് വന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. നല്ല അടിപൊളി കിടിലൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ ചുമ്മാ കണ്ടുപോകല്ല. ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോകളും കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.